കോഴിക്കോട് മൈത്ര ആശുപത്രിയിലെ ജനറൽ മെഡിസിൻ സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ജിതേഷ് കെ. എന്താണ് പനി? പനി നിങ്ങൾ ആദ്യം പറഞ്ഞതുപോലെ പനി ഒരു രോഗമല്ല, പനി ഒരു രോഗലക്ഷണം മാത്രമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ചർച്ചയ്ക്ക് തയ്യാറാകാൻ കാരണം, പനി നിങ്ങൾ പറഞ്ഞ മാതിരി കുട്ടികൾക്ക് പനി വന്നാൽ പൊതുവെ പാരൻസിന് ഭയങ്കരമായ ഒരു ടെൻഷനും എന്താ ചെയ്യേണ്ട ഒരു വേവലാതിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതെങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാമെന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് പനി? പനി പറഞ്ഞാൽ സാധാരണ നമ്മൾ ബോഡി ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 98.2 മുതൽ 98.9 ഡിഗ്രി സെൻറ്റിഗ്രേഡാണ് ടെമ്പറേച്ചർ. അപ്പോൾ മിക്കവാറും എന്താ സംഭവിക്കുക, ഇവർ തൊട്ട് നോക്കിയിട്ട് നമ്മൾ എൻ്റെ കുട്ടിക്ക് പനിയുണ്ട് ഡൗട്ട്. പിന്നെ പലപ്പോഴും നമ്മൾ പനിയെ അവഗണിക്കുക കൂടി ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാകുമ്പോൾ പനി. അപ്പോൾ പനി യഥാർത്ഥത്തിൽ ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസമാണ്. നമ്മുടെ ബോഡിയിലേക്ക് ഒരു അണുബാധ വന്നാലോ അല്ലെങ്കിൽ ബോഡി ടിഷ്യൂ ഇഞ്ചുറി വന്നാലോ നമ്മൾ ബോഡി എങ്ങനെയെങ്കിലും നമ്മളൊരു പ്രൊട്ടക്ഷൻ, നമ്മൾ ഇതിൽ നിന്നും ബോഡി കരകയറാനുള്ള ഒരു ശ്രമമാണ് ഈ പനി. അപ്പോൾ പലപ്പോഴും പനി നമ്മൾ വിചാരിക്കുന്നത് അത്ര ഒരു ബോഡിക്കൊരു ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന സാധനമല്ല. ഇത് ശരിക്കും ചിലപ്പം ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസമായി പ്രവർത്തിക്കുന്ന ഒരു സാധനമാണ് പനി. അപ്പോൾ നമുക്ക് പലപ്പോഴും അഗ്രസീവായ ഒരു ട്രീറ്റ്മെൻറ്റ് പനിക്ക് ആവശ്യം വരാറില്ല. അത് എങ്ങനെയാണ് അത് വിചാരിച്ചിട്ട് പനി ചികിത്സിക്കേണ്ടെന്ന് അർത്ഥമില്ല. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സീരിയസ് ആയ പനി അല്ലെങ്കിൽ സീരിയസ് അല്ലാത്ത പനിയെന്ന് തീർച്ചയായും അതാണ് നമ്മൾ ആദ്യം പഠിക്കും. ഈ പനിയുടെ എല്ലാ നിയന്ത്രണവും നടക്കുന്നത് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം. സെൻട്രൽ നെർവസ് സിസ്റ്റം തലാമസ്, ഹൈപ്പോതലാമസ് എന്ന സ്ഥലത്താണ് പനിയുടെ എല്ലാ നിയന്ത്രണങ്ങളും നടക്കുന്നത്. അപ്പോൾ അവിടെ വെച്ചാണ് നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ കൂട്ടി നമ്മുടെയൊക്കെ വരുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള സാധനങ്ങളെ പുറത്തേക്ക് കളയാനുള്ള ഒരു ശ്രമം നടത്തുകയാണ്. എങ്ങനെയെങ്കിലും നമ്മൾ ബോഡിയെ സംരക്ഷിക്കാനുള്ള ശ്രമം. അതാണ് നമ്മൾ ഇമ്മ്യൂൺ ഡെഫിഷ്യൻസിയുള്ള ആൾക്കാർക്കും അതുമാതിരി നമ്മുടെ തീരെ ഒരു പോഷകാഹാരമൊന്നും കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ പനി ചിലപ്പോൾ എത്ര സീരിയസ് ഇൻഫെക്ഷനും പനി പുറത്ത് കാണണമെന്നില്ല. ഇതാണ്. ഓക്കെ, അപ്പോൾ എല്ലാ പനികൾക്കും നമ്മൾ ഡോക്ടറെ കാണേണ്ടതുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞു, പനി എന്നാൽ ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസമാണ്. അപ്പം നിങ്ങൾ സാധാരണ നമ്മൾ മൈൽഡ്, മോഡറേറ്റ്, സിവിയർ ഏതൊരു സുഖമായിട്ട് നമ്മൾ കാണിച്ചു മൈൽഡ്, മോഡറേറ്റ്. അപ്പോൾ ഒരു മോഡറേറ്റ് ഫീവറാണ്. കുട്ടിക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. കുട്ടിയെ ഏറ്റവും പ്രധാനം വീട്ടിൽ മറ്റുള്ളവർക്കും പനിയുണ്ട്. കുട്ടി ഇൻ ബിറ്റ്വീൻ പനി പാരസെറ്റമോൾ കൊടുത്ത നമ്മൾ അഡ്വക്കേറ്റ് ഡോസ് പാരസെറ്റമോൾ കുട്ടി വളരെ നന്നായി റെസ്പോണ്ട് ചെയ്ത് രണ്ട് പനിയുടെ കുട്ടി വളരെ ആക്റ്റീവാണ്. ഇതുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ 1-2 ദിവസം വെയിറ്റ് ചെയ്യുന്നതിൽ യാതൊരു കുഴപ്പമില്ല. നിങ്ങൾ വെയിറ്റ് ചെയ്ത് നോക്കുക. നോക്കിയിട്ട് പനി കുറയെങ്കിൽ പിന്നെ ഏറ്റവും പ്രധാനം ഡേഞ്ചർ സൈൻസ് ഞാൻ നിങ്ങൾ പറഞ്ഞു ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. കുട്ടികളുടെ പനികൾ വളരെ ശ്രദ്ധിക്കേണ്ടത്. അതിൽ പ്രധാനമായിട്ട് നമ്മളെ പീരിയാഡ്സിൽ എന്ത് ഇത് വന്നാൽ നമ്മൾ ABC ഒരു ട്രയാങ്കിൾ ഉണ്ട് നമുക്ക്. അതായത് അസസ്മെന്റ് ട്രയാങ്കിൾ എന്ന് പറയും, പീരിയാട്രിക് അസസ്മെന്റ് ട്രയാങ്കിൾ. അതിലൊന്ന് അപ്പിയറൻസ്, അത് കുട്ടി എങ്ങനെയുണ്ട്. അത് നമ്മൾ സ്ഥിരം പറഞ്ഞു വെച്ചാൽ അമ്മയാണ് ഏറ്റവും ആദ്യത്തെ പീരിയാട്രിഷ്യൻ. അതായത് അമ്മക്ക് തോന്നുന്നു എൻ്റെ കുട്ടി ശരിയില്ല, തീർച്ചയായിട്ടും എന്തൊക്കെയും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒരിക്കലും അത് അവഗണിക്കാൻ പാടില്ല. അതുപോലെ കുട്ടിയുടെ കളി, സാധാരണ കളിച്ചുകൊണ്ട കുട്ടി കളിക്കാതിരിക്കുക, ലത്താർജി പറയും. അതുമാതിരി ഓവറായി കുട്ടി ഭയങ്കര ഇറിറ്റബിൾ ആവുക, ഇതൊക്കെയാണ്. പിന്നെ കുട്ടിക്ക് നേരത്തെ പറഞ്ഞ അപസ്മാരം വരിക. പിന്നെ ബ്രീത്തിങ്, അതായത് കുട്ടിയുടെ ശ്വാസം കഴിക്കുന്നതിൽ അത് ഡോക്ടർ ആവണമെന്നില്ല, എല്ലാവർക്കും മനസ്സിലാവും. ശ്വാസം കഴിക്കുന്നതിൽ അമിതമായി ശ്വാസത്തിന്റെ എണ്ണം കൂടുക, അല്ലെങ്കിൽ ശ്വാസം കഴിക്കുന്നതിൽ എണ്ണം കുറയുക. ഇതുപോലെ പിന്നെ ശ്വാസം കഴിക്കാൻ വളരെ എഫേർട്ട് എടുക്കുക. ഇതുമാതിരി പിന്നെ സർക്കുലേഷൻ, അതായത് നമ്മൾ കുട്ടിയുടെ ഒരു പെയിലായി തോന്നുന്നു, കുട്ടിയുടെ കളറൊക്കെ ഒന്ന് മാറുക. പിന്നെ പെരിഫറി തൊട്ടാൽ ഭയങ്കര കോൾഡായി തോന്നും. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെയാണ് നമ്മുടെ ഡേഞ്ചർ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ചുമ, ശക്തമായ ചുമ, വയറ് വേദന, വയറ് വീർത്തു വരിക, വയറ്റിന് ബ്ലഡ് പോവുക, മൂത്രമൊഴിക്കാൻ വേദന വരെ, ഇതുപോലെയുള്ള എന്തെങ്കിലും ഡേഞ്ചർ സയൻസ് ഉണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ ഡോക്ടറെ കാണിക്കണം. അതുകൊണ്ട് ഫീവർ ശരീരത്തിൽ നല്ലതെന്ന് വെച്ചിട്ട് ഒരിക്കലും അത് വീട്ടിൽ വെച്ച് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഉടനെ തന്നെ ഡോക്ടറെ കാണിച്ച് വൈദ്യസഹായം നേടേണ്ടതാണ്. ഡോക്ടർ പറയുന്നത് ഗൗരവമുള്ള പനിയെ കുറിച്ചാണ്. അല്ലാത്ത പനികൾ എങ്ങനെയായിരിക്കും? അല്ലാത്ത പനി ഞാൻ പറഞ്ഞു, നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻഫെക്ഷനാണ് ഏറ്റവും പ്രധാന കാരണം. ഇൻഫെക്ഷനിൽ തന്നെ വൈറലാവാം, ബാക്ടീരിയലാവാം. സാധാരണ വൈറൽ ഇൻഫെക്ഷൻ നമ്മൾ അത്ര സീരിയസ് ആയി എടുക്കില്ല. കോമൺ ആയിട്ട് വരുന്ന വൈറൽ ഇൻഫെക്ഷൻ സീരിയസ് ആയി എടുക്കില്ല. അപ്പൊ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം വൈറൽ ഇൻഫെക്ഷൻ ആണ് അല്ലെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ? വൈറൽ ഇൻഫെക്ഷൻ തുടക്കത്തിൽ തന്നെ ശക്തമായ പനിയായിരിക്കും. പനി തുടങ്ങുമ്പോൾ തന്നെ ശക്തമായ പനി. അത് നിങ്ങൾ പാരസെറ്റമോൾ കൊടുക്കുകയാണെങ്കിൽ കറക്റ്റ് ഡോസിൽ പാരസെറ്റമോൾ വളരെ നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യും. പിന്നെ 2 പനിയുടെ ഇടയ്ക്കുള്ള സമയത്ത് കുട്ടി നിങ്ങൾ നേരത്തെ പറഞ്ഞ കുട്ടിക്ക് ഓടിച്ചാടി കളിക്കും, ആ കുട്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ഉള്ളത് വീട്ടിൽ വേറെ ആയിരിക്കും, ഞാൻ നേരത്തെ പറഞ്ഞ ഉണ്ടാവും ഇതേമാതിരി കുട്ടി കോണ്ടാക്ട്സ്, കുട്ടികൾക്ക് പിന്നെ കുട്ടിയുടെ സ്കൂളിലെ കുട്ടികൾക്ക് ഉണ്ടാവാം. അതുമാതിരി വീട്ടിൽ മറ്റുള്ളവർക്കും പനി ഉണ്ടാവും. ഇതൊക്കെ നമുക്ക് നോക്കി കുട്ടിക്ക് സാധാരണ വൈറൽ ഫീവർ ആണോ എന്ന് നോക്കാം. പിന്നെ സാധാരണ വൈറൽ ഫീവർ മറ്റു പ്രശ്നങ്ങളാണ് ശരീരത്തിനുണ്ടാകും. ചെറിയ റാഷുകൾ, അതുപോലെ ജലദോഷം ഉണ്ടാവാം, ചെറിയ ചുമകൾ, ഇതൊക്കെ സാധാരണ വൈറൽ പനികൾ അസോസിയേറ്റ് ആണ്. അപ്പോൾ ആ കേസിൽ നമുക്ക് വേണമെങ്കിൽ 1-2 ദിവസം പാരസെറ്റമോളൊക്കെ കൊടുത്ത് നോക്കാം.
പിന്നെ വരുന്നത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ സാധാരണ ഇതിൽ ഫോക്കസ്, അതായത് ഫീവർ വിത്ത് ഫോക്കസ് ആൻഡ് വിത്തൗട്ട് ഫോക്കസ്. വിത്ത് ഫോക്കസ് നമ്മളിപ്പം അഡിനോ ടോൺസിൽ, അതായത് തൊണ്ടക്കലിലെ ടോൺസിലൈറ്റിസ്, അതുമാതിരി എൻട്രി സൈറ്റിൽ തന്നെ നമുക്ക് ഇൻഫെക്ഷൻ വരുന്ന കുറേ സാധനങ്ങൾ, അതായത് UTI യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, അതുമാതിരി വയറ്റുന്ന ഡിസെൻറ്റ് എന്ന് പറഞ്ഞാൽ മലത്തിൽ ബ്ലഡ് പോകുന്ന കണ്ടീഷൻസ്. ഈ കണ്ടീഷൻസിലൊക്കെ നമുക്ക് കുട്ടിയൊക്കെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയിരിക്കും. പിന്നെ സിസ്റ്റമിക് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ട്. അതൊക്കെ സാധാരണ വെച്ചാൽ തുടക്കത്തിൽ ചെറിയ പനി ഉണ്ടാവും, 3-4 ദിവസം കഴിയുമ്പോൾ പനിയുടെ ശക്തി കൂടി വരും. അതുകൂടാതെ ഈ ഇന്റർഫെബ്രൽ പീരീഡ് പറഞ്ഞു ഞാൻ, പനിയുടെ 2 ഇടയിലുള്ള സമയം, ആ സമയത്ത് കുട്ടി സാധാരണയായി സിക്കായിരിക്കും. കുട്ടി ഒരു ശരി, ഞാൻ നേരത്തെ പറഞ്ഞ ഡേഞ്ചർ സൈനില്ല, അതിലൊക്കെ ഉണ്ടാവാം. പിന്നെ സാധാരണ പാരസിറ്റമോളിന് റെസ്പോൺസ് വളരെ കുറവായിരിക്കും. അപ്പം ദിവസം കുട്ടിയുടെ കണ്ടീഷൻ മോശം വരും. ആ സമയത്ത് യു ഹാവ് ടു ബി വെരി കെയർഫുൾ ആൻഡ് അപ്പം തന്നെ ഡോക്ടറെ അടുത്ത് നിങ്ങൾ വൈദ്യസഹായം തേടേണ്ടതാണ്. ഇതാണ് സാധാരണ നമുക്ക് സീരിയസ് ആയ ബാക്ടീരിയൽ ഇൻഫെക്ഷനോ വൈറൽ ഇൻഫെക്ഷനോ നമുക്ക് തേച്ചെടുക്കേണ്ട പനി. പിന്നെ മറ്റ് പനികൾ സാധാരണ വൈറൽ പനി സാധാരണ 3-4 മാക്സിമം 5-6 ദിവസത്തിനോട് കുട്ടി മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് സാധാരണ വൈറലാണോ ബാക്ടീരിയലാണോ നമ്മൾ തീരുമാനിക്കുന്നത്.